ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഇന്നൊരു അടിപൊളി നമ്മുടെ കപ്പക്ക, പപ്പായ, കപ്പളങ്ങ ഇങ്ങനെയൊക്കെ പറയും, അത് വച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുളിങ്കറി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുഴുവനായിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കപ്പയ്ക്കൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ചില സ്ഥലങ്ങളിൽ കപ്പയ്ക്ക, കപ്പളങ്ങ, പപ്പായ ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൽ കപ്പയ്ക്ക, പപ്പായ ഇങ്ങനെ തന്നെയാണ്, കറമൂസ് ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് വച്ചിട്ടുള്ള ഒരു തൈര് ഒഴിച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ പുളിങ്കറി. പിന്നെ അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് നമുക്ക് പോകാം. ഞാൻ കപ്പക്ക എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള പച്ച കളർ തോല് അത് നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വച്ചാണ് കേട്ടോ. കഴുകിയെടുത്തതാണ്. ചിലപ്പോൾ നമ്മൾ പപ്പായ നമ്മൾ മുറിക്കുന്ന സമയത്ത് ഒരു പശ പോലൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തോലൊക്കെ പീല് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയിട്ട് എടുക്കുക. പപ്പായ ആയതുകൊണ്ട് തന്നെ ഇത് പച്ച പപ്പായാണ് കേട്ടോ. പിന്നെ പപ്പായ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത് 3 പൊടികളുമാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത്. വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് 3ഉം ചേർത്തിട്ട് ഇതിന് കണക്കായ പാകത്തിൽ വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ വിസിലടിക്കാൻ കുക്കർ വെക്കണം. 2 വിസിലടിച്ചാൽ മതിയാവും. അധികം വിസിലടിപ്പിക്കേണ്ട. 1 വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം 2, അതിലപ്പുറം അടിച്ചു കഴിഞ്ഞാൽ കപ്പൊക്കെ ചിലപ്പം ഉടഞ്ഞു പോകും. ഉടഞ്ഞിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 വിസിലിന് ശേഷം അടുപ്പിക്കാം. എനിക്കിങ്ങനെ ഉടയാതെയാണ് കേട്ടോ ഇഷ്ടം ഈ പുളിങ്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല തനി നാടൻ പുളിങ്കറിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എനിക്ക് പണ്ടേ ഇത് ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഈ ഒരു കറി നല്ല ഇഷ്ടമാണ്. അമ്മക്ക് പണ്ട് നന്നായിട്ട് വച്ചുതരായിരുന്നു കേട്ടോ. ഈ പുളിങ്കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കറിക്ക് എന്താ പറയാന്നറിയില്ല. അപ്പം നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മുടെ കണ്ണൂരൊക്കെ ഇതിന് കപ്പക്ക പുളിങ്കറി എന്നൊക്കെയാണ് പറയുക. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചാണ്. 2 വിസിൽ കറക്റ്റ് വന്നതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ. 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി 2ാമത്തെ വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഓഫ് ചെയ്യും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ വേണ്ടത് നാളികേരമാണ്, തേങ്ങയാണ് കേട്ടോ. തേങ്ങ കൊത്തിയിട്ട് അത് ചിരകിയെടുക്കണം. ഞാൻ ഓരോ തേങ്ങ കൊത്തി കഴിഞ്ഞാൽ അതിൻ്റെ പാതി മുറി, ആ ഒരു മുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു അരമുറി തേങ്ങ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചില്ലെങ്കിൽ അതിൻ്റെ തോതിലെടുക്കാം. കൂടുതലുണ്ടെങ്കിൽ 1 മുറി ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. തേങ്ങ ഞാൻ ചിരകി വെച്ചതാണ്. അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അരപ്പ് റെഡിയാക്കുന്നത്. പിന്നെ ഇവിടെ മോരങ്ങനെ ഇല്ലാത്തത് കാരണം ഞാൻ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൈരും കൂട്ടിയിട്ടാണ് നമ്മുടെ തേങ്ങ അരച്ചെടുക്കേണ്ടത്. തേങ്ങ ഞാൻ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയാണ് ഞാൻ ചിരകി വച്ചിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ അരയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന തൈര് കാണിച്ചല്ലോ, ആ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി എങ്ങനെ നിങ്ങൾക്ക് ആവശ്യം വേണം അങ്ങനെ അത്ര രീതിയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
ഞാൻ കുറച്ച് നല്ലോണം ചേർത്തിട്ടാണ് അരയ്ക്കുക കേട്ടോ. അപ്പോൾ പുളിങ്കറി ആകുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വേണമല്ലോ നമുക്ക്. പുളിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നല്ല ടേസ്റ്റും സ്വാദും ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ കുറച്ചധികം തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ എന്നും വെക്കാറുള്ളത്. പിന്നെ ഈ തേങ്ങയിലോട്ടേക്ക് ഒരു ഇച്ചിരി ജീരകം കേട്ടോ, ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എലിശ്ശേരിക്കൊക്കെ ഇട്ട് അരയ്ക്കുന്നത് പോലെ ഒരുപാട് ജീരകം വേണ്ട, ഒരു ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക, ഒരു സ്പൂണൊന്നും ഇടണ്ട, ഒരു ഇച്ചിരി ശകലം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് വേണ്ട തൈര് ഒഴിച്ചു കൊടുക്കുക. അത് ഒരാളുടെ ഇഷ്ടപ്രകാരം എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിൽ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട. പിന്നെ ഇത് മൂടി വെച്ചിട്ട് അങ്ങ് നല്ല നൈസായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയിലെ ജാറിലിട്ടതിന് ശേഷം നൈസായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഐഷ്യൻ ക്രിയേഷൻസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാമല്ലേ. ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മുടെ കേട് ഫ്രിഡ്ജിൽ വെച്ചത് കാരണമാണ് ജാറിലൊരു തണുപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമുക്കിനി നമ്മുടെ വേവിച്ച് വെച്ച കുക്കറിലെ കപ്പക്കയിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ പ്രഷറൊക്കെ കുറച്ച് മുകളിലോട്ട് പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കപ്പക്കയുടെ അവസ്ഥ. ഒട്ടും അടിഞ്ഞു പോയിട്ടില്ല, എല്ലാം നല്ല അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നമുക്ക് കപ്പക്കയുടെ കഷ്ണങ്ങൾ തന്നെ എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, കറീൻ്റെ അത് ഒടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ജാറിൽ ശകലം ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒന്ന് കലക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടോ? എന്നെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ നമുക്ക് വെച്ചിട്ട് ചെറുതായിട്ട് തിള വരുന്നത് വരെ ചൂടാക്കണം. അപ്പോൾ കണ്ടോ, അതിലെ പപ്പായൊക്കെ നിങ്ങൾ കണ്ടോ, നമ്മൾ പച്ച പപ്പായ മുറിച്ചിട്ടതൊന്നും അടിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറുതീയിൽ കുറച്ച് സമയം തിള വരുന്നത് വരെ ചൂടാക്കാം. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ എൻ്റെ ഒരു മനക്കണക്കിനാണ് എല്ലാം ഇടുക. അപ്പോൾ അത് കാരണം എനിക്കെല്ലാം കറക്റ്റായിരുന്നു. ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇല്ല. അപ്പം നമ്മുടെ കപ്പയ്ക്ക പുളിങ്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കപ്പയ്ക്ക പുളിങ്കറി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണയിൽ താളിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, പിന്നെ ഒരു 2 ചുവന്ന വറ്റൽമുളക്, ഒരു ഇച്ചിരി ഉലുവയും കൂടെ ചേർത്തിട്ട് നമുക്ക് താളിച്ച് നമ്മുടെ റെഡിയായ പുളിങ്കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് ചോറ് കഴിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കേരള സ്റ്റൈൽ, നല്ല തനി നാടൻ കണ്ണൂർ സ്റ്റൈൽ എന്നൊക്കെ പറയാം കേട്ടോ. പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്കും ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പൊതുവേ ഇതിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ, ഈ ഒരു കറിയോട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചോറ് കഴിക്കാനുള്ള നല്ല ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കറി ഇവിടെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിയാലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കപ്പക്കയൊക്കെ സുലഭമായിരിക്കും അല്ലേ, വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി പച്ച പപ്പായ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ കറി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ.
അപ്പോൾ കൂടുതൽ പുതിയ പുത്തൻ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ടും അപ്പോൾ നമ്മുടെ ഐഷൻ ക്രിയേഷൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സർവിങ് ബൗളിലോട്ടേക്ക് ഞാൻ എൻ്റെ കപ്പയ്ക്ക പുളിങ്കറി സെറ്റാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും പിന്നെ അമ്മയ്ക്കും ഒക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പുളിങ്കറി ഇതേ സ്റ്റൈലിലാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു രീതി നമ്മുടെ കണ്ണൂർ സ്റ്റൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു ഓൾ. ബൈ.